കഥവ് തുറന്നിട്ടത്? ശോഭേ, ശോഭേ, ആഹാ, അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ശോഭേ, ഓ, പഴയ മാലയൊക്കെ ഉള്ളതല്ലേ, അലമാരി കൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാന്നേ? നിനക്ക് മുൻവശം എന്നിരുന്ന് പഠിച്ചാലെന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. കള്ളൻ എവിടെയും പോയിട്ടില്ല, ഈ അലമാരിക്കകത്ത് തന്നെ ഉണ്ട്. പട്ടാ പകല് മുൻവശത്തെ വാതിലും തുറന്ന് അകത്ത് കയറി ഈ കള്ളൻ ചില്ലറ കള്ളനൊന്നും അല്ല. കള്ളനെങ്ങനെ അലമാരിക്കകത്തായി? കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമളയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ല, എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം. കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൊട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാര പൊളിക്കട്ടെ? അയ്യോ, അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോൽ എടുത്തുണ്ടോ? ആ, ഒന്ന് പറയുന്നേ, ഒന്ന് പറയുന്നേ. നമ്മളിങ്ങനെ വെറും കയ്യോടെ നിന്നാൽ അപകട. മക്കളെ, കത്തിയും കൂടുതൽ എടുത്തുകൊണ്ടുവാ. അയ്യോ, കത്തി കൊണ്ടൊന്നും ചെയ്യണ്ട. ഉമ്മാരി, ഇവന്റെ കയ്യില് തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ, നോക്കി നിൽക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തോണ്ട് വാട ഇങ്ങോട്ട്. ആശാനൊന്ന് പിടിച്ചാട്ടെ. ആ, വേം പിടി. പണി അവിടെ. അയ്യോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങൾ അയക്കൂ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ, ആദ്യത്തെ അടി വീണ്ടിരിക്കണം. അയ്യോ, കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാനാണ്. നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നും. ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം. ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ലെന്നേ. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കും. അത് പറ്റില്ല. പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നന്നേ. പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10ഉം 11ഉം മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ളൊരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ? പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ, നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും. ഇണങ്ങും, പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളിൽ നിന്നുള്ളൂ. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും. ഓ, എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്.
ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ, ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ. അതെ, അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്, സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം? നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. ആര്? അത് ഞങ്ങളെ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ, അല്ലല്ല ദാമോദരൻ. എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ? ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചതാ അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു. അല്ലേ? പോവാ ശോഭേ, നമുക്ക് പോവാം. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭേ. അമ്മേ വാ. അല്ല വാ ശോഭേ, പോട്ടെ. പോട്ടെ അമ്മേ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അത് ഞാൻ നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, വിനയ് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോള് ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചു പോയില്ലേ. ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടില്ല. ഇടത് ഭാഗത്തേക്ക് നോക്കണ്ട, കുറെ വഷളന്മാര് താമസിക്കുന്ന വീടാണ്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വഷളന്മാരെന്ന് വെച്ചാ? മഹാവഷളന്മാര്, കള്ളൂടിയന്മാർ, കഞ്ചാവ് വലിയന്മാർ. കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി, അയ്യോ ദ്രോഹികൾ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായര് പിടിച്ച പാട്ടാ. ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ചേ. ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, തൊടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല, പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു അത് വേണ്ട, ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ? റെഡി, സ്മൈൽ സ്മൈൽ സ്മൈൽ, റെഡി.